വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ പൂർത്തിയാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF അറിയിച്ചു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത മെഡിക്കൽ സെന്റർ ഡയറക്ടറും 15 ഭീകരരും ഉൾപ്പെടെ 240ഓളം ഭീകരപ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. വെള്ളിയാഴ്ചയായിരുന്നു ഓപ്പറേഷൻ ആരംഭിച്ചത്. തീവ്രവാദികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഓപ്പറേഷൻ. ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് ഭീകരർ, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്ന മറ്റു പ്രവർത്തകർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തീവ്രവാദികളിൽ ചിലർ രോഗികളായും മെഡിക്കൽ സ്റ്റാഫായും ആൾമാറാട്ടം നടത്താൻ ശ്രമിച്ചതായും ചിലർ ആംബുലൻസുകളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും IDF പറഞ്ഞു. IDFന്റെ 162-ാം ഡിവിഷനാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ഓപ്പറേഷന്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ കൈവശം വെച്ചിരുന്ന ഗ്രനേഡുകൾ, തോക്കുകൾ, യുദ്ധോപകരണങ്ങൾ, സൈനിക ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തുകയും കണ്ടുകെട്ടുകയും ചെയ്തതായി IDF അറിയിച്ചു. ഗാസയിലെ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള മേഖലകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.